Hello students, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ JEE അഡ്വാൻസിൻ്റെ 2023 JEE അഡ്വാൻസിൻ്റെ സെക്ഷൻ 4 ആണ്. പേപ്പർ 2ലെ സെക്ഷൻ 4. അപ്പം ഓൾറെഡി പേപ്പർ 2ൻ്റെ സെക്ഷൻ 3 നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡഡ് ആണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി അപ്കമിങ് ഇയറിൽ JEE അഡ്വാൻസ് കൊടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി. കാരണം എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, അപ്പോൾ അതിന് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഏത് ലെവലിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് പിക്ചർ നിങ്ങൾക്ക് ഈ സൊല്യൂഷൻസും ഈ ഒരു വീഡിയോ സെഷൻസ് കാണുന്നതിലൂടെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിനി ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 4 ആണ്. സോ സെക്ഷൻ 4ൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. മാക്സിമം ഇതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാവുന്ന മാർക്ക് 12 മാർക്കാണ്. ഓക്കെ, അപ്പം ദിസ് സെക്ഷൻ കണ്ടെയ്ൻസ് 2 പാരഗ്രാഫ്സ്. 2 പാരഗ്രാഫ് ഉണ്ട്. ഒരു പാരഗ്രാഫിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ആ ഒരു ഒറ്റ പാരഗ്രാഫ് വായിച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നിന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള 2 പാരഗ്രാഫ്. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അവരൊരു ബ്ലാങ്ക് തരും, ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്പർ നമ്മൾ അതിൽ ഫില്ല് ചെയ്യണം. സോ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ എൻ്റർ ദ കറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി ആൻസർ യൂസിങ് ദ മൗസ് ആൻഡ് ദി ഓൺ സ്ക്രീൻ വെർച്വൽ ന്യൂമറിക്കൽ കീപാഡ് ഇൻ ദ പ്ലേസ് ഡെസിഗ്നേറ്റഡ് ടു എൻ്റർ ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മൗസും കീപാഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്പർ അതിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇഫ് ദ ന്യൂമറിക്കൽ വാല്യൂ ഹാസ് മോർ ദാൻ 2 ഡെസിമൽ പ്ലേസസ് ട്രങ്കേറ്റ് ഓർ റൗണ്ട് ഓഫ് ദ വാല്യൂ ടു 2 ഡെസിമൽ പ്ലേസസ്. നമ്മളതിനെ 2 ഡെസിമൽ പ്ലേസസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം, ഡെസിമൽ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി ആൻസർ ടു ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ബി ഇവാലുവേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് മാർക്കിംഗ് സ്കീം. അപ്പോൾ മാർക്കിംഗ് സ്കീം എന്താണെന്നുള്ളത് നോക്കുക. നമുക്ക് ഫുൾ മാർക്ക് നമ്മൾ എഴുതിയ കറക്റ്റ് ആണെങ്കിൽ അതിൽ കിട്ടാവുന്ന മാർക്ക് +3 മാർക്കാണ്. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ആൻസർ തെറ്റിയാൽ 0 ആണ്. എന്ന് വെച്ചാൽ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഷുവർ ഷോട്ട്. നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ട 100% അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റും. റൈറ്റ്, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, പാരഗ്രാഫ് 1. അതിൽ പറയുന്നത് എന്താണ്? എൻട്രോപ്പി വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് ഫോർ ഫേസസ് ആൽഫ ആൻഡ് ബീറ്റ അറ്റ് 1 bar പ്രഷർ ഇസ് ഗിവൺ. അപ്പോൾ നോക്കുക, നമുക്കിവിടെ എൻട്രോപ്പി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, അവർ ആൽഫ ആൻഡ് ബീറ്റ, അപ്പോൾ ആൽഫയും ബീറ്റ എന്താണ്, ഡിഫറെൻറ്റ് ഫേസുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. അപ്പോൾ ലിക്വിഡ് ടു ഗ്യാസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അവർ ആൽഫയും ബീറ്റ എന്നല്ല പറഞ്ഞ്, ആ ആൽഫ എനിക്ക് വേണമെങ്കിൽ ലിക്വിഡായിട്ടും ബീറ്റ എനിക്ക് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം, ഗ്യാസ് ആയിട്ടും എടുക്കാം. അപ്പോൾ ആൽഫ ടു ബീറ്റ ട്രാൻസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൽഫ വേണമെങ്കിൽ ലിക്വിഡ് എന്നും ബീറ്റ വേണമെങ്കിൽ ഗ്യാസ് ആണെന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരേ സബ്സ്റ്റൻസിൻ്റെ 2 ഫേസ് ചേഞ്ചിനെ കുറിച്ചാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്ന എൻട്രോപ്പിയുടെ ഗ്രാഫ്. അപ്പോൾ എൻട്രോപ്പിയുടെ ഗ്രാഫിൽ നിങ്ങൾ y ആക്സിസ് നോക്കുമ്പോൾ ആക്ച്വലി y ആക്സിസിൽ നമുക്ക് കാണാം എൻട്രോപ്പി ചേഞ്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഒന്ന് T സ്റ്റാൻഡ്സ് ഫോർ ടെമ്പറേച്ചർ ആൻഡ് ഇവിടെ 0 സ്റ്റാൻഡ്സ് ഫോർ 0 കെൽവിൻ ആണ്. എന്ന് വെച്ചാൽ ആക്ച്വലി എൻട്രോപ്പി അറ്റ് T ആണ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. സോ ST - S0 എന്ന് കൊടുക്കുന്നതിന് പകരം, കാരണം റെഫറൻസ് കൊടുത്തതാണ് 0 കെൽവിൻ എന്നുള്ള ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് ഇത്ര ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ അവൻ്റെ എൻട്രോപ്പി എന്താവും. അപ്പോൾ 0 കെൽവിനിൽ നമ്മൾ 0 എൻട്രോപ്പി എന്ന് എടുക്കാം, എന്നിട്ട് T ടെമ്പറേച്ചറിൽ അവൻ്റെ എൻട്രോപ്പി എത്രയാണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. കാരണം ഇതെല്ലാം റിലേറ്റീവ് വാല്യൂസ് ആണ്. സോ എനിക്കിവിടെ ST എന്ന് മാത്രം കൊടുക്കാം. സോ ST - S0 എന്ന് കൊടുക്കേണ്ട ആവശ്യം ആക്ച്വലി വരുന്നില്ല. അത് കുറച്ചും കൂടി JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കൺസെപ്ച്വലി വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നാൽ അവിടെ ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ST - S0 എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ നിന്ന് എത്ര കെൽവിനിലേക്കാണോ നമ്മൾ ടെമ്പറേച്ചർ മാറ്റുന്നത്, ആ മാറ്റുമ്പോഴുണ്ടാകുന്ന എൻട്രോപ്പിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ST - S0 എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻറ്റ്. ഓക്കെ, നോക്കൂ, ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഫോർ ആൽഫ ടു ബീറ്റ ഫേസ് ചേഞ്ചസ് 600 കെൽവിൻ. അപ്പോൾ 600 കെൽവിനിലാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതായത് 600 കെൽവിനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CP വാല്യൂസ്
ബീറ്റയുടെയും ആൽഫയുടെയും ചേഞ്ചിന്, അതായത് ഡെൽറ്റ സി പി വാല്യൂ കൊടുത്തിട്ടുണ്ട് 1 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ്. അസ്യൂം സി പി ബീറ്റ മൈനസ് സി പി ആൽഫ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ റേഞ്ച് ഓഫ് 200 to 700. അപ്പോൾ 200 to 700 റേഞ്ചിൽ സി പി ബീറ്റ മൈനസ് സി പി ആൽഫ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 200 മുതൽ 700 ടെമ്പറേച്ചർ വരെ ഡെൽറ്റ സി പി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, 1 ജൂൾ തന്നെയാണ് എന്ന് നമുക്ക് എടുക്കാം. 1 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണെന്ന് തന്നെ നമുക്ക് എടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ വാല്യൂ ഓഫ് എൻട്രോപ്പി ചേഞ്ച് എസ് ബീറ്റ മൈനസ് എസ് ആൽഫ അറ്റ് 300 കെൽവിൻ. അപ്പോൾ 300 കെൽവിനിൽ ഉണ്ടാകുന്ന ഫേസ് ചേഞ്ചിൻ്റെ വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എത്രയാണെന്നാണ് ചോദ്യം. എസ് ബീറ്റ മൈനസ് എസ് ആൽഫ എത്രയാണ് വാല്യൂ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഇതിന് നമ്മൾ എന്ത് ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. മക്കൾ നോക്കൂ, നമ്മൾ സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് നോട്ട് ഇസ് ഈക്വൽ ടു സി പി എൽ എൻ T2 മൈനസ് T1 ഇങ്ങനെ എടുക്കാം നമുക്ക്. T2 മൈനസ് T1 ഇതാണല്ലോ ഫോമുല. നിങ്ങൾ പഠിച്ചിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഫോമുല നമ്മൾ പഠിച്ചതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഫോമുലയാണ്, ഡയറക്റ്റ് ഫോമുലയാണ്. നേരെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡെൽറ്റ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ നോക്കൂ, ഞാനിവിടെ 600 കെൽവിനിലെ കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് 300 to 600. ഓക്കെ, 300 to 600 ടെമ്പറേച്ചറിൻ്റെ കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കണ്ടുപിടിക്കേണ്ടത് കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഇൻ എൻട്രോപ്പി ഫ്രം ആൽഫ ടു ബീറ്റ, ആൽഫ ടു ബീറ്റ അല്ലെങ്കിൽ ബീറ്റ ടു ആൽഫയിലേക്ക് മാറുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എത്രയാണ്, 300 കെൽവിനിൽ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നോക്കൂ, ഡെൽറ്റ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, എൻട്രോപ്പി ഫൈനൽ മൈനസ് എൻട്രോപ്പി ഇനീഷ്യൽ. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്താ, എൻട്രോപ്പി ഫൈനൽ മൈനസ് എൻട്രോപ്പി ഇനീഷ്യൽ ആണ്. സോ എൻട്രോപ്പി ഫൈനൽ എന്ന് ഞാൻ പറയുമ്പം എൻട്രോപ്പി ഓഫ് ആൽഫ അറ്റ് 600 കെൽവിൻ എന്നെടുക്കാം. ഓക്കെ, മൈനസ് എൻട്രോപ്പി ഓഫ് ആൽഫ അറ്റ് 300 കെൽവിൻ എന്നെടുക്കാം. അപ്പം ഫൈനൽ മൈനസ് ഇനീഷ്യൽ 600 മുതൽ നമ്മൾ 300ലേക്ക് കൊണ്ടുവരികയാണ്. ഇസ് ഈക്വൽ ടു സി പി ഓഫ് ആൽഫ അറ്റ് എൽ എൻ 600 ഡിവൈഡഡ് ബൈ 300. ഇതെൻ്റെ ഇക്വേഷൻ നമ്പർ 1. ഇപ്പോൾ ആൽഫയുടെ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇതേപോലെ എനിക്ക് ആരുടെ എഴുതാം, ബീറ്റയുടെ എഴുതാം. അപ്പം ബീറ്റ ഫേസിലുള്ള അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരും, എസ് ബീറ്റ അറ്റ് 600 മൈനസ് എസ് ബീറ്റ അറ്റ് 300 ഇസ് ഈക്വൽ ടു സി പി ബീറ്റ എൽ എൻ 600 ബൈ 300. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, എനിക്ക് വേണ്ടത് എന്താ, ബീറ്റ മൈനസ് ആൽഫ അറ്റ് 300 ആണ്. അപ്പോൾ ഇവിടെ 300 ബീറ്റയും ആൽഫയാണ് എനിക്ക് കിട്ടേണ്ടത്. സോ ഇക്വേഷൻ 1 മൈനസ് 2 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഇക്വേഷൻ 1 ആണ്, ഇക്വേഷൻ 2 ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോ 1 മൈനസ് 2 ഞാൻ ചെയ്യുമ്പോൾ 1 മൈനസ് 2 ചെയ്യുമ്പോൾ എന്ത് വരും, എസ് ആൽഫ 600 മൈനസ് എസ് ബീറ്റ 600 മൈനസ് എസ് ആൽഫ 300 പ്ലസ് എസ് ബീറ്റ 300. പ്ലസ് എങ്ങനെ വന്നു, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, ഇസ് ഈക്വൽ ടു സി പി ആൽഫ എൽ എൻ. ഇപ്പോൾ 300 ബൈ 600 എന്നുള്ളത് 2 zeros നമുക്ക് കട്ട് ചെയ്താൽ 6/3 എന്ന് വരും. 6/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2. ഓക്കെ, അപ്പോൾ എൽ എൻ 2 മൈനസ് സി പി ബീറ്റ എൽ എൻ 2. അപ്പോൾ ഇതിൽ എൽ എൻ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ സി പി ആൽഫ മൈനസ് സി പി ബീറ്റ എന്ന് വരും. അപ്പോൾ സി പി ആൽഫ മൈനസ് സി പി ബീറ്റ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്കിവിടെ. സി പി ബീറ്റ മൈനസ് സി പി ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, സോ നോക്കൂ നിങ്ങൾ, ഇവിടെ നോക്കണേ, എസ് ആൽഫ 600 മൈനസ് എസ് ബീറ്റ 600. നമുക്ക് 600 ടെമ്പറേച്ചറിലുള്ള ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് ഗ്രാഫിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 600 ടെമ്പറേച്ചറിൽ ബീറ്റയുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് 6ഉം ആൽഫയുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് 5ഉം ആണ്. അത് കൃത്യമായിട്ട് നമ്മുടെ ഗ്രാഫിൽ അവൈലബിൾ ആണ് ആ 2 വാല്യൂസ്. അതപ്പോൾ എനിക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 600ൻ്റെ വാല്യൂ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ആൽഫ 600ൻ്റെ വാല്യൂ 5 ആണ്, ബീറ്റ 600ൻ്റെ വാല്യൂ 6 ആണ്, പ്ലസ്
S beta 300 minus S alpha 300 is equal to CP ln2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ CP alpha minus CP beta എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിലേക്ക് എടുത്തിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. സോ നോക്കൂ നിങ്ങൾ, 5 minus 6 എന്ന് പറഞ്ഞാൽ -1 ആയി. 5 minus 6 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് S beta 300 minus S alpha 300 is equal to ln2 CP alpha minus CP beta. നോക്കണേ നിങ്ങൾ, CP beta minus CP alpha 1 ആണ്. അപ്പോൾ CP alpha minus CP beta എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, ln2 into -1. ഇത് ത്രൂ ഔട്ട് ln2 into -1. ഇത് ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 1 പ്ലസ് S alpha 300 minus S beta 300 is equal to ln2. ln2ൻ്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.69 ആണെന്ന്. സോ അത് 0.69 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളോട് ചോദിച്ചത് S beta മൈനസ് S alpha ആണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പോൾ S beta 300 മൈനസ് S alpha 300 is equal to മൈനസ് ln2 പ്ലസ് 1 എന്ന് വെച്ചാൽ 1 മൈനസ് ln2യുടെ വാല്യൂ 0.69 ആണ്. 0.69 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.31. ഇപ്പോൾ 2 ഡെസിമൽ പ്ലേസിലേക്ക് എഴുതണമെന്നാണ് നമ്മളോട് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 2 ഡെസിമൽ പ്ലേസിലേക്ക് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 0.31 എന്ന് തന്നെ നമുക്ക് ആൻസർ കൊടുക്കാം. സോ ദി ആൻസർ ഇസ്, നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ വരിക? ആൻസർ ഇസ് 0.31. നോക്കുക, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അത്ര ഈസി ആയിട്ട് കിട്ടും എന്ന് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫേസ് ചേഞ്ചിൻ്റെ കൺസെപ്റ്റും അതുപോലെ തന്നെ ഗ്രാഫൊക്കെ കുറച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് അവർ വൈ ആക്സിസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ സി പി എടുക്കുന്ന സ്ഥലത്ത് CP ബീറ്റ മൈനസ് CP ആൽഫ നമുക്കിവിടെ ഒരു എളുപ്പം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മുതൽ 700 കെൽവിൻ വരെ CP വാല്യൂസ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഡെൽറ്റ CP എടുക്കുന്ന സമയത്ത് ഡെൽറ്റ CP ഈ കേസിലും ഇവിടെ ഡെൽറ്റ CP ആണ്, നമ്മൾ ഓക്കെ CP എന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ CP എടുക്കുന്ന സമയത്ത് ഈ വാല്യൂലും 300 to 600 ടെമ്പറേച്ചറാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 200 to 700 കെൽവിനിൽ എന്താണ് വാല്യൂ എന്താണ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ റേഞ്ച് ഫ്രം 200 to 700 എന്ന് പറഞ്ഞു. അപ്പോൾ CP വാല്യൂ 600ൽ 1 ആണ്. അപ്പോൾ പിന്നെ ഏത് ടെമ്പറേച്ചർ റേഞ്ചിലും CP വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, 1 തന്നെ എടുക്കാം എന്നുള്ളത് കൊണ്ടാണ് ആക്ച്വലി നമുക്ക് ഈ കേസിൽ അത് എടുക്കാൻ പറ്റിയത്. ഓക്കെ, സോ നോക്കാം, ഫൈനൽ ആൻസർ നമുക്ക് 0.31 എന്ന് കിട്ടി. ഇനി എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി ഇതേ പാരഗ്രാഫിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ എൻട്രോപ്പി വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഫൈനൽ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നോക്കാം. H ബീറ്റ മൈനസ് H ആൽഫ ആയിട്ട് 300 കെൽവിൻ. അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി അറ്റ് 300 കെൽവിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഡെൽറ്റ G ഇക്വേഷനാണ്. ഡെൽറ്റ G ഈക്വൽ ടു ഡെൽറ്റ H പ്ലസ് T ഡെൽറ്റ S. ഡെൽറ്റ G ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ആക്ച്വലി ഫേസ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ എത്ര തന്നെ ഹീറ്റ് ചെയ്താലും അത് ഐസോതെർമലായിട്ട് തന്നെ നിൽക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക, ഫേസ് മാറിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക. അപ്പം ലിക്വിഡിലുള്ളത് ഗ്യാസ് ആയിക്കൊണ്ടേയിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഹീറ്റ് ചെയ്താലും ആ ഹീറ്റ് എന്തിനു മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നില്ല. അപ്പോഴും സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ എന്ത് മാത്രമേ മാറുന്നുള്ളൂ, ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എത്രത്തോളം ഹീറ്റ് നിങ്ങൾ കൊടുത്താലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വെള്ളം എടുക്കുന്നു, വെള്ളം 100 ഡിഗ്രിയിൽ നമുക്കറിയാം അതെന്താവും, ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ അത് ഫുള്ളി വേപ്പേഴ്സ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, 100 ഡിഗ്രിയിൽ എത്തിയിട്ട് നമ്മൾ ഹീറ്റിംഗ് നിർത്തുന്നുണ്ടോ? ഇല്ല, നമ്മൾ അപ്പോഴും ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സിസ്റ്റത്തിൻ്റെ ചൂട് ഒരിക്കലും ആ ഹീറ്റ് കൊണ്ട് കൂടുന്നില്ല എന്നുള്ളതാണ്. ആ ടൈമിൽ സിസ്റ്റത്തിൽ നിങ്ങൾ എപ്പോൾ തന്നെ തെർമോമീറ്റർ മുക്കിയാലും 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കും, പക്ഷെ അവിടെ വേപ്പേഴ്സ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് അഡീഷണൽ ആയിട്ട് വരുന്ന എല്ലാ ഹീറ്റും എന്തിന് വേണ്ടി ഉപയോഗിക്കും, ഫേസ് ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബോയിലിംഗ് അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇക്വിലിബ്രിയം ആണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫേസ് ചേഞ്ച് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുമെങ്കിൽ ഡെൽറ്റ G എന്തായിരിക്കും,
0 ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ജി 0 ആണെങ്കിൽ, ഡെൽറ്റ ജി ഓഫ് റിയാക്ഷൻ 0 ആണെങ്കിൽ എനിക്കിങ്ങനെ എഴുതാം, ഡെൽറ്റ എച്ച് നോട്ട് ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് റിയാക്ഷൻ എന്ന് പറയാം. ആണോ അല്ലേ? അപ്പം 600 ടെമ്പറേച്ചറിൻ്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഡെൽറ്റ എച്ച് 600 ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ 600 ആണ്. ഡെൽറ്റ എസ് റിയാക്ഷൻ അറ്റ് 600 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഇവിടെ അല്ലേ. ഡെൽറ്റ എസ് 600 എത്രയാണ്? നമുക്കറിയാം 6 മൈനസ് 5 അല്ലേ. 6ൽ 5 കുറയ്ക്കുക എത്രയാണ്? 1 ആണ്. സോ 1 ആണ്. സോ എനിക്കിവിടെ എഴുതാം, എന്തെഴുതാം? ഡെൽറ്റ എച്ച് നോട്ട് ഓഫ് 600 ഇസ് ഈക്വൽ ടു 600 തന്നെയാണ്. നമ്മളോട് ഡെൽറ്റ എച്ച് ബീറ്റ മൈനസ് എച്ച് ആൽഫ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത നോക്കൂ നിങ്ങൾ, ഡെൽറ്റ എച്ച് 600 മൈനസ് ഡെൽറ്റ എച്ച് 300, ഡെൽറ്റ എച്ച് 600 മൈനസ്, അപ്പം മൈനസ് ഡെൽറ്റ എച്ച് 300. എന്താണ് ഇക്വേഷൻ വരിക? ഡെൽറ്റ സി പി T2 മൈനസ് T1. നോക്കൂ, ഡെൽറ്റ എച്ച് 600ൻ്റെ വാല്യൂ എനിക്ക് 600 തന്നെയാണ്. വോട്ട് അബൌട്ട് ഡെൽറ്റ എച്ച് 300? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എച്ച് 300, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് ബീറ്റ, ഇതാണ്, ഇതിനെയാണ് കേട്ടോ ഡെൽറ്റ എച്ച് എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പം മനസ്സിലാക്കണേ, ഡെൽറ്റ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എൻതാൽപ്പി ഫൈനൽ മൈനസ് എൻതാൽപ്പി ഇനീഷ്യൽ. അപ്പോൾ ഡെൽറ്റ എച്ച് 600 നമുക്ക് കിട്ടി, 600 ആണ്. കണ്ടുപിടിക്കേണ്ട എന്താ? ഡെൽറ്റ എച്ച് 300 ആണ്. അതായത് 300 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 300 കെൽവിനിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ബിറ്റ്വീൻ ദ ഫേസ് ചേഞ്ച് ഓഫ് ആൽഫ ടു ബീറ്റ. ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് നമ്മൾ ഫേസ് ചേഞ്ച് സംഭവിക്കുമ്പോൾ 300 കെൽവിൻ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്താണ്? സോ നേരെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നു, ഡെൽറ്റ സി പി T2 മൈനസ് T1. വാട്ട് ഇസ് ഡെൽറ്റ സി പി? 300 ടു 600 കെൽവിൻ വരെ ഡെൽറ്റ സി പി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, 1 ആണ്. 200 മുതൽ 700 വരെ 1 ആണ്. അതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ 1 എന്ന് എടുക്കാം. വാട്ട് ഇസ് T2 മൈനസ് T1? T2 is 600, T1 is 300. അപ്പോൾ നോക്കുക, ഡിഫറൻസ് എത്രയാണ്? 300 എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ എച്ച് 300 ഇസ് ഈക്വൽ ടു 600 മൈനസ് 300, ദാറ്റ് ഇസ് ഈക്വൽ ടു 300. അപ്പോൾ ഇതിൻ്റെ ആൻസർ എനിക്ക് കിട്ടിയിരിക്കുന്നു, 300 ഇസ് ദി ആൻസർ. അപ്പോൾ ആ പാരഗ്രാഫിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ സക്സസ്ഫുള്ളി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം, പാരഗ്രാഫ് 2. പാരഗ്രാഫ് 2ൽ പറയുന്നത് എ ട്രൈ നൈട്രോ കോമ്പൗണ്ട് 135 tris 4-nitrophenyl benzene on complete reaction with excess stannous in presence of HCl give a major product which on treatment with excess of NaNO2 HCl at 0 degree Celsius provides P as a product. P upon treatment with excess H2 at room temperature gives the product Q. Bromination of Q in aqueous medium furnishes the product R. The compound R upon treatment with an excess of phenol under basic conditions gives S. The molar mass difference between compound Q and R is 474 gram per mole and between compounds P and S is 172.5 gram per mole. ചോദ്യം, നമ്പർ ഓഫ് ഹെട്രോ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾ ഓഫ് ആർ. അപ്പോൾ നമുക്ക് ഹെട്രോ ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെട്രോ ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഹെട്രോ ആറ്റംസ് ആണ്. സോ ഇതിൽ കുറേ ഗ്രാമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്പർ ഓഫ് മോൾസ് ഒക്കെ കണ്ടുപിടിക്കേണ്ട കേസസ് ആണ്. പക്ഷേ ജസ്റ്റ് ഹെട്രോ ആറ്റംസ് മാത്രമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേസിലും നമുക്ക് നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹെട്രോ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾ ഓഫ് എസ്. അപ്പോൾ രണ്ടിലും നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് നമ്പർ ഓഫ് ഹെട്രോ ആറ്റംസ് ആൻഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ റിയാക്ഷൻ ചെയ്ത് അതിൻ്റെ കോമ്പൗണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. എന്നിട്ട് ഫൈനൽ കോമ്പൗണ്ട് പ്രോഡക്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ നേരെ ഞാനൊരു പേജ് എടുക്കാം. സോ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? കോമ്പൗണ്ട് ഏതാണ്? ട്രൈ നൈട്രോ കോമ്പൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രൈ നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 3 NO2 ഉണ്ട്. ഏതാ കോമ്പൗണ്ട്? 135 tris 4-nitrophenyl benzene. അപ്പോൾ എന്താ സാധനം? ആദ്യം ഞാൻ ബെൻസീൻ വരയ്ക്കട്ടെ. ബെൻസീൻ വരയ്ക്കാം. ബെൻസീനിൽ 135 tris 4-nitrophenyl ഉണ്ട്. അതായത് ബെൻസീൻ്റെ മുകളിൽ ഫസ്റ്റ് പൊസിഷനിലും 3rd പൊസിഷനിലും 5th പൊസിഷനിലും 4-nitrophenyl അറ്റാച്ച്ഡ് ആണ്. അപ്പം ഫസ്റ്റ് പൊസിഷൻ ഞാനിതെടുക്കാം. ഇവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫിനൈൽ ഗ്രൂപ്പിൻ്റെ 4th പൊസിഷനിൽ, 4th പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാ നോക്കൂ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 എന്ന് വെച്ചാൽ പാരാ പൊസിഷനിൽ എന്തുണ്ട്? നൈട്രോ ഉണ്ട്.
ഓക്കെ. സോ 1 3 തേർഡ് പൊസിഷനിലും എന്തുണ്ട്? തേർഡ് പൊസിഷനിലും നമുക്ക് നൈട്രോഫിനൈൽ ഉണ്ട്. ആൻഡ് ഫിഫ്ത്ത് പൊസിഷനിലും നമുക്ക് നൈട്രോഫിനൈൽ ഉണ്ട്. സോ ഇതാണ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കോമ്പൗണ്ടിനെ നമ്മൾ സ്റ്റാനസ് HCl വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാനസ് HCl വെച്ചാൽ നിങ്ങൾക്കറിയാം നൈട്രോ കോമ്പൗണ്ട് എന്താവും? റെഡ്യൂസ്ഡ് ആയിട്ട് അതാ എന്തിലേക്ക് മാറും? NH2ലേക്ക് മാറും, അമീനിലേക്ക് മാറും, ഓർ അനിലിനിലേക്ക് മാറും. സോ നമുക്ക് അതിനെ ഇതേ കോമ്പൗണ്ടിനെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഞാനൊന്ന് കോപ്പി എടുക്കാം. കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പണി കുറഞ്ഞു കിട്ടും. സോ ഇവിടെയുള്ള NO2-നെല്ലാം ഞാൻ എന്താക്കാൻ പോവാണ്? ഐ എം കൺവേർട്ടിങ് ഇൻ ടു NH2 അല്ലേ? ഇതിനെല്ലാം നമ്മൾ NH2 ആക്കി. NH2 NH2 NH2. സോ ഫസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് റിയാക്ഷൻ എന്താ മക്കളെ? അടുത്ത റിയാക്ഷൻ എന്താണ്? വിച്ച് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് എക്സസ് NaNO2 HCl 0°C. എന്താ റിയാക്ഷൻ? ഡൈസോട്ടൈസേഷൻ. അപ്പോൾ നമുക്ക് ഡൈസോണിയം സോൾട്ട് കിട്ടും. സോ അത് നേരെ നിങ്ങൾക്ക് വീണ്ടും അത് എഴുതാം. എന്താണ് കിട്ടുക? NaNO2 HCl at 0°C. നമുക്ക് ഡൈസോട്ടൈസേഷൻ ആണ്. സോ അവിടെയൊക്കെ നമുക്ക് ഡൈസോണിയം സോൾട്ട് വരയ്ക്കാം. N2Cl N2Cl and N2Cl. സോ അതാണ് നമ്മുടെ P എന്ന പ്രോഡക്റ്റ്. ഓക്കെ, ദിസ് ഇസ് P. അപ്പം P മാർക്ക് ചെയ്യണേ. നമുക്ക് ചിലപ്പോൾ P ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ Q ആയിരിക്കും. എന്താണോ നമുക്ക് അവിടെ ആൽഫബറ്റ് കൊടുത്തത് അത് മാർക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. P is a product. P upon treatment with excess H2O. എക്സസ് H2 at റൂം ടെമ്പറേച്ചർ എന്താവും? അതെല്ലാം ഫീനോളായിട്ട് മാറും അല്ലേ? എല്ലാം ഫീനോളായിട്ട് മാറും അറ്റ് റൂം ടെമ്പറേച്ചർ. കാരണം N2 ഇസ് അൾട്രാ ലീവിങ് ഗ്രൂപ്പ്, പെട്ടെന്ന് തന്നെ ലീവ് ചെയ്ത് പോകും. അപ്പം H2 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം N2 ഗ്യാസായിട്ട് പോകുന്നു, അവിടെ OH അറ്റാച്ച്ഡ് ആവുന്നു. സോ എല്ലാം ഫീനോളായിട്ട് മാറും. OH OH and OH. ഓക്കെ, അപ്പോൾ ദാറ്റ് പ്രോഡക്റ്റ് ഇസ് Q. അതാണ് Q. ദിസ് ഇസ് Q. ഓക്കെ, അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രോമിനേഷൻ ഓഫ് Q ഇൻ അക്വസ് മീഡിയം. അപ്പോൾ ഫീനോളാണ്, ഫീനോൾ റിങ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫീനോൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ബ്രോമിൻ ഇൻ അക്വസ് എന്ന് പറഞ്ഞാൽ ബ്രോമിൻ വാട്ടറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രോമിൻ വാട്ടർ നമുക്കറിയാം ഫിനോളുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2, 4, 6 പൊസിഷനിലെല്ലാം എന്ത് വരും? ബ്രോമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2, 4, 6-ലെല്ലാം BRൻ്റെ അറ്റാച്ച്മെൻറ്റ് വരും അല്ലേ? സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും പാരാ പൊസിഷനിലും പിന്നെ 2 ഓർത്തോയിലും പാരാ പൊസിഷനിലും ബ്രോമിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരും. അത് നമ്മൾ ഇപ്പോൾ കാർബൺ ഡൈസൾഫൈഡിലാണെങ്കിൽ മാത്രമേ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിട്ട് കിട്ടുള്ളൂ. മറ്റേത് മീൻസ് ഓർത്തോ പാരാ പൊസിഷനിൽ ഡിഫറൻ്റ് ആയിട്ട് അറ്റാച്ച്മെൻറ്റ് വരുള്ളൂ. മറ്റേത് നമ്മൾ ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ ഓൾറെഡി ന്യൂക്ലിയോഫൈൽ വളരെ ആക്ടിവേറ്റിംഗ് ആണ്. ഫിനോൾ എന്ന് പറയുന്നത് സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? 3 പൊസിഷനിലും അറ്റാച്ച്മെൻറ്റ് സംഭവിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 3 പൊസിഷൻ അവൈലബിൾ അല്ല, കാരണം പാരാ പൊസിഷൻ ഓൾറെഡി ബെൻസീൻ റിങ് അറ്റാച്ച്ഡ് ആണ്. അപ്പം നമുക്ക് ഇവിടെ എവിടെയൊക്കെ അറ്റാച്ച്മെൻറ്റ് വരും? ഇവിടെ ബ്രോമിൻ വരും ആൻഡ് ഇവിടെ ബ്രോമിൻ വരും. ഇവിടെ ഓൾറെഡി ബെൻസീൻ റിങ് അറ്റാച്ച്ഡ് ആണ്. സോ അതായിരിക്കും നമ്മുടെ അടുത്ത പ്രോഡക്റ്റായിട്ട് കിട്ടുക. സോ ഇവിടെയൊക്കെ നമുക്ക് OH ആക്കാം. ആ OHൻ്റെ നമ്മൾ നേരെ ഫിനോളിനെ ട്രീറ്റ് ചെയ്യുന്നത് ബ്രോമിൻ വാട്ടറിൽ, Br2 ഇൻ പ്രസൻസ് ഓഫ് H2. അക്വസ് ബ്രോമിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ അക്വസ് മീഡിയം എന്നാണ്. അക്വസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ വാട്ടർ ആണെന്നുള്ളത്. സോ എന്താ സംഭവിക്കുന്നത്? 2, 4 പൊസിഷനിൽ ഇവിടെയൊക്കെ നമുക്ക് ഫിനോൾ ആക്കണം. OH OH ആൻഡ് OH. ഇവിടെ Br ആൻഡ് ഇവിടെ Br. ഇവിടെ ഇവിടെ Br, ഇവിടെ Br, ഇവിടെ Br, ഇവിടെ Br. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ്. സോ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്? R അല്ലേ? ഫൈനൽ പ്രോഡക്റ്റ് ഇസ് R. സോ എനിക്ക് R കിട്ടി. ഇനി എന്താ പറയുന്നവർ? ഇനി ദ കോമ്പൗണ്ട് P അപ്പോൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് എക്സസ് ഓഫ് ഫിനോൾ. ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. 16th ക്വസ്റ്റ്യനിൽ R-നെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ നമ്പർ ഓഫ് ഹെട്രോ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് R ഇസ്.
അപ്പോൾ 6 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ഹെട്രോ ആറ്റംസ് ഉണ്ട് നോക്കാം. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഒഴികെ ബാക്കി ഉള്ള എല്ലാവരെയും നമുക്കൊന്ന് എണ്ണാം. അപ്പോൾ എത്ര വരുന്നുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് ഹെട്രോ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് ആർ. ഇവിടെ ഒരു ഓക്സിജൻ, ബ്രോമിൻ. അപ്പോൾ ഈ റിങ്ങിൽ 3 എണ്ണം. അപ്പോൾ ഈ റിങ്ങിലോ അതിലും 3 എണ്ണം, ഈ റിങ്ങിലോ അതിലും 3 എണ്ണം. സോ ടോട്ടൽ 9 ഹെട്രോ ആറ്റംസ് വരുന്നുണ്ട്. സോ ആൻസർ ഈസ് 9 is the answer. ഇനി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് number of carbon atoms, total number of carbon atoms and heteroatoms present in 1 molecule of S. ഒരു മോളിക്യൂൾ എസ്സിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റോ അതേപോലെ തന്നെ ഹെട്രോ ആറ്റോ ഉണ്ടെന്നുള്ള ചോദ്യം. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ എസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് 6 നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചത്. അപ്പോൾ എസ് എന്താണെന്ന് നോക്കാം. കോമ്പൗണ്ട് പി എന്തായിരുന്നു? ഡയസോണൈം സോൾട്ടുകളാണ് കോമ്പൗണ്ട് പി അല്ലേ. ഡയസോട്ടൈസേഷൻ ചെയ്തതിന് ശേഷം കിട്ടിയതാണ് കോമ്പൗണ്ട് പി. ആ കോമ്പൗണ്ട് പീനെ എക്സസ് ഫിനോളുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? സോ നോക്കൂ നിങ്ങൾ, ഏതാ റിയാക്ഷൻ? എക്സസ് ഫിനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അണ്ടർ ബേസിക് കണ്ടീഷൻസ്. കപ്ലിംഗ് റിയാക്ഷൻ. അവിടെ കപ്ലിംഗ് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ HCl റിമൂവ് ചെയ്യും. അസോഡൈകളാണ് നമുക്ക് അവിടെ ഫോം ചെയ്യുക. ദ അസോഡൈസ് വിൽ ബി ഫോംഡ്. അപ്പോൾ നമുക്ക് പീനെ എടുത്തിട്ട് നേരെ കപ്ലിംഗ് റിയാക്ഷൻ ചെയ്യാം. നോക്കാം, ഇത് N2Cl ആക്കി മാറ്റണം. N2Cl. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ എത്ര മോൾസ് എന്ന് പറയുന്നില്ല. സോ എക്സസ് ഫിനോളാണ്. എക്സസ് ഫിനോളുമായിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എല്ലാ N2Cluമായിട്ട് ഫിനോൾ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവൻ്റെ HClനെ റിമൂവ് ചെയ്യും. ആൻഡ് നമുക്ക് ഫൈനൽ കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയുണ്ടാവും നോക്കണേ. N ഡബിൾ ബോണ്ട് N OH. ഇവിടെ നമ്മുടെ ബെൻസീൻ റിങ്. ഇതാണ് എൻ്റെ ബെൻസീൻ റിങ്ങിൻ്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള റിങ്ങാണ് ഞാനിപ്പം വരച്ചത്. ഇനി അടുത്ത പൊസിഷനിലുള്ളത് ഇങ്ങനെ വരും. N ഡബിൾ ബോണ്ട് N OH. ഇവിടെ അതേപോലെ. അപ്പോൾ അത് വരയ്ക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. നോക്കാം, ഇത് വളരെ വലിയൊരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. സോ ഞാനത് ആ പ്രൊഡക്റ്റ് മാത്രം ഒരു സിംഗിൾ പേജിലേക്ക് വരക്കാം. സോ ആ പ്രൊഡക്റ്റ് വരുന്നത് നമുക്കിങ്ങനെ ആയിരിക്കും. ഇവിടെ N ഡബിൾ ബോണ്ട് N ബെൻസീൻ റിങ്, ഇവിടെ OH. അടുത്ത പൊസിഷനിൽ ബെൻസീൻ റിങ് N ഡബിൾ ബോണ്ട് N OH. ആൻഡ് ലാസ്റ്റ് ബെൻസീൻ റിങ് N ഡബിൾ ബോണ്ട് N. വളരെ വലിയൊരു കോമ്പൗണ്ടാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. ദിസ് ഇസ് എസ്. ഇതാണ് നമ്മുടെ എസ്. അപ്പോൾ എസ്സിനെ കുറിച്ച് എന്താ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ? നോക്കൂ നിങ്ങൾ, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹെട്രോ ആറ്റംസ്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? അപ്പോൾ ഇതിൽ കാർബൺ ആറ്റം നോക്കണമെങ്കിൽ നമുക്കറിയാം ബെൻസീൻ റിങ്ങിൽ 6 കാർബൺ ആറ്റം. അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2. എത്ര ബെൻസീൻ റിങ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7. ടോട്ടൽ 7 ബെൻസീൻ റിങ് ഉണ്ട്. സോ 7 ബെൻസീൻ റിങ്ങിൽ ഓരോ ബെൻസീൻ റിങ്ങിലും 6 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ 42 കാർബൺ ആറ്റം ആയി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം 42. ഇനി ഹെട്രോ ആറ്റംസ് എത്രയുണ്ട്? കാർബണും ഹൈഡ്രജനും അല്ലാത്ത ബാക്കിയുള്ള എല്ലാം ഹെട്രോ ആറ്റംസ് ആണ്. സോ ഇവിടെ 1 ഓക്സിജൻ, ഇവിടെ 2 നൈട്രജൻ. സോ 3. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. സോ ടോട്ടൽ 3 3 3 9 ഹെട്രോ ആറ്റം ഉണ്ട്. ഇത് നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് നമ്പർ ഓഫ് ഹെട്രോ ആറ്റം ഇസ് ഈക്വൽ ടു 9. സോ ടോട്ടൽ എത്ര വരും? 42 + 9 = 51. സോ ദ ഫൈനൽ ആൻസർ ഇസ് 51. സോ ഈ ക്വസ്റ്റ്യൻ ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ആകെയുള്ളത് റിയേജൻറ്റ് നമ്മൾ റിയാക്റ്റൻ്റ് ഒരു വലിയൊരു മോളിക്യൂൾ തന്നു, ബാക്കിയൊക്കെ വെറും NCERTയിലുള്ള റിയാക്ഷൻസ് മാത്രമാണ് വന്നിരിക്കുന്നത് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, NO2 ഇൻ പ്രസൻസ് ഓഫ് സ്റ്റാനസ് ഇൻ പ്രസൻസ് ഓഫ് HCl. നമുക്കറിയാം NO2 എന്തായിട്ട് മാറും, അനിലിനായിട്ട് മാറും. നൈട്രോ കോമ്പൗണ്ടിനെ NH2 ആക്കി മാറ്റുന്ന റിയേജൻ്റാണ്. അത് NCERTയിൽ കൃത്യമായിട്ട് കൊടുത്താൽ. NaNO2 ഇൻ പ്രസൻസ് ഓഫ് HCl, നമുക്കറിയാം അനിലിനെ നമ്മൾ ഡയസോട്ടൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്. ടെമ്പറേച്ചർ വരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡൈസോണിയം സോൾട്ട് കിട്ടും. പിന്നെ അതിനെ നമ്മൾ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഫിനോളായിട്ട് മാറുമെന്നറിയാം. ഫിനോൾ സ്ട്രോങ്ലി എന്താണ്, ആക്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാ പൊസിഷനിലും ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലും എല്ലാ അറ്റാച്ച്മെൻറ്റ് വരും എന്നറിയാം. സോ അവിടെ പാരയിൽ ഓൾറെഡി അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് എല്ലാ ഓർത്തോ പൊസിഷനിലും നമ്മൾ അറ്റാച്ച് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഡൈസോണിയം സോൾട്ടിനെ നമ്മൾ ഫിനോൾ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അതും എക്സസ് എടുത്തിട്ട്. അപ്പോൾ ഫിനോൾ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അത് അസോഡൈ കോമ്പൗണ്ടുകളാണ് കിട്ടുക, അവിടെ കപ്ലിംഗ് റിയാക്ഷനാണ്. ഇതൊക്കെ NCERTയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ പ്യുവർലി NCERT മാത്രം പഠിച്ചൊരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാവൂ. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മുടെ JEE അഡ്വാൻസിൻ്റെ സെക്ഷൻ 4 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മീൻസ് സെക്ഷൻ 4 എന്ന് ഞാൻ പറയുമ്പോൾ പേപ്പർ 2യുടെ സെക്ഷൻ 4. ഓക്കെ, പേപ്പർ 2യുടെ സെക്ഷൻ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. ആദ്യത്തെ ഇപ്പം തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. അതിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്, അത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, ഫോമുല കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. സോ ഇത് നേരെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ്. സോ നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, തെർമോഡൈനാമിക്സ് എസ്പെഷ്യലി. സോ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.